കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം 2-ാം ദിവസം. ശ്രീ മഹാദേവൻ അരുളി ചെയ്തു: പാർവതി, പുരുഷോത്തമ തത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടായതിനാൽ ഭവതി ധന്യയാണ്. അതിരഹസ്യമായ രാമതത്വത്തെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഇതിനു മുൻപ് ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ഭവതിയുടെ അപേക്ഷയെ മാനിച്ച് രഘുത്തമനെ മനസ്സാ നമസ്കരിച്ച് ഞാൻ രാമതത്വം പറഞ്ഞു തരാം. രാമൻ പരമാത്മാവാണ്. പ്രകൃതിയുടെ ഉൽപ്പത്തിക്ക് മുൻപ് തന്നെയുള്ളവനാണ്. ആനന്ദ സ്വരൂപനാണ്. ഏകനാണ്. പ്രകൃതിയായ ജഗത്തിനും പുരുഷനായ ജീവനും അതീതനായതിനാൽ പുരുഷോത്തമൻ തന്നെയാണ്. പരമാത്മാവായ രാമൻ തൻ്റെ യോഗമായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് ആകാശമെന്ന പോലെ എല്ലാ വസ്തുക്കളുടെയും അകവും പുറവും നിറഞ്ഞു വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപേണെ പ്രകാശിക്കുന്നു. എങ്കിലും അജ്ഞന്മാർക്ക് ഭഗവാനെ അറിയാൻ കഴിയുന്നില്ല. സ്വന്തം മായ കൊണ്ട് തന്നിൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തെ പരമാത്മാവായ ഭഗവാൻ സാക്ഷിഭാവത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാന്തത്തിൻ്റെ സമീപത്ത് ഇരുമ്പെന്ന പോലെ പരമാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിദ്യ കൊണ്ട് മനസ്സ് ദുഷിച്ച മൂഢന്മാർ ഈ വസ്തുത അറിയുന്നില്ല. മായയ്ക്കതീതനും ശുദ്ധജ്ഞാനസ്വരൂപനുമായ പരമാത്മാവിൽ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്തെ പാമ്പിനെ എന്ന പോലെ ആരോപിച്ച് ഭാര്യ, പുത്രൻ, ധനം, ഗൃഹം മുതലായവയിൽ ആസക്തരായി പലവിധ കർമ്മങ്ങളും ചെയ്ത് അവർ സംസാരത്തിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വന്തം കഴുത്തിലണിഞ്ഞിരിക്കുന്ന രത്നാഭരണത്തെ മറന്ന് അത് നഷ്ടപ്പെട്ടു എന്നു കരുതി വ്യസനിക്കുന്നത് പോലെ അജ്ഞന്മാർ സ്വന്തം ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന ആത്മസ്വരൂപത്തെ മറന്ന് പുറമേയുള്ള വിഷയങ്ങളിൽ സുഖത്തെ തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രകാശസ്വരൂപിയായ സൂര്യനിൽ ഇരുട്ടിന് നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ ശുദ്ധജ്ഞാന സ്വരൂപനായ ശ്രീരാമനിൽ ആത്മവിസ്മൃതി സ്വരൂപമായ അവിദ്യ എങ്ങനെ നിൽക്കാനാണ്? ഇളകുന്ന കണ്ണിലൂടെ നോക്കുന്നവന് ഗൃഹം മുതലായ വസ്തുക്കളെല്ലാം ഇളകുന്നത് പോലെ തോന്നപ്പെടാറില്ലേ? അതുപോലെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയുടെ പ്രവർത്തനങ്ങൾ പരമാത്മാവായ രാമൻ്റേതായി തെറ്റിദ്ധരിച്ച് ജനങ്ങൾ അവിവേകികളായി കഴിയുന്നു. രാത്രിയും പകലും സൂര്യനെ കാണുന്നവരുടെ ദൃഷ്ടിയിൽ മാത്രമാണ്. പ്രകാശസ്വരൂപിയായ സൂര്യനിൽ രാവും പകലുമില്ല. അതുപോലെ ജ്ഞാനവും അജ്ഞാനവും ആത്മവിസ്മൃതിയിൽ മുഴുകിക്കഴിയുന്ന ജീവൻ്റെ അനുഭവങ്ങളാണ്. ജ്ഞാനമാത്ര സ്വരൂപനും പരമാത്മാവുമായ രാമനിൽ അവ രണ്ടുമില്ല. അതിനാൽ ആനന്ദമയനും ജ്ഞാനസ്വരൂപനും അജ്ഞാനത്തെ സാക്ഷീഭാവത്തിൽ അറിയുന്നവനുമായ രാമനെ അജ്ഞാനം ഒരു വിധത്തിലും ബാധിക്കില്ല. ആത്മവിസ്മൃതിയാണല്ലോ അവിദ്യ. അവിദ്യ സത്യമല്ല. ആത്മാവിൽ വെറും ആരോപണമാണ്. കയറിൽ ആരോപിക്കപ്പെട്ട പാമ്പ് കയറിനെ ഒരു വിധത്തിലും ബാധിക്കാത്തതുപോലെ ആത്മാവിൽ ആരോപിക്കപ്പെട്ട അവിദ്യ ആത്മസ്വരൂപനായ രാമനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. ഈ വസ്തുതയെ കുറച്ചുകൂടി സ്പഷ്ടമാക്കാനായി ഞാൻ സീതയും രാമനും ഹനുമാനും തമ്മിൽ നടന്ന ഒരു സംവാദം പറഞ്ഞു തരാം. അത് രാമരഹസ്യത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ്. അതിനാൽ മോക്ഷസാധനമാണ്. പണ്ട് ദേവശത്രുവായ രാവണനെ പുത്രസൈന്യ പരിവാര സമേതം നിഗ്രഹിച്ച ശേഷം സീതയോടും ലക്ഷ്മണനോടും സുഗ്രീവാദി വാനരന്മാരോടും വിഭീഷണനോടും കൂടി അയോധ്യയിലേക്ക് മടങ്ങി വന്ന രാമനെ വസിഷ്ഠ മഹർഷി രാജാവായി പട്ടാഭിഷേകം ചെയ്തു.
അഭിഷേകത്തിന് ശേഷം ശ്രീരാമൻ ഉജ്ജ്വല തേജസ്സോടെ സിംഹാസനത്തിൽ ഇരുന്നരുളുകയായിരുന്നു. തൻ്റെ മുൻപിൽ തൊഴുകൈയോടെ നിൽക്കുന്ന ഹനുമാനെ ശ്രീരാമൻ നോക്കി. ശ്രീരാമനെ സേവിക്കാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനും പ്രപഞ്ച വസ്തുക്കൾ യാതൊന്നിലും ലേശം പോലും ആഗ്രഹമില്ലാത്തവനും ജ്ഞാനമുണ്ടായാൽ കൊള്ളാമെന്ന ഒരേ ആഗ്രഹത്തോടെ കൂടിയവനും മഹാബുദ്ധിമാനുമായിരുന്നു ഹനുമാൻ. ഹനുമാനെ നോക്കി പുഞ്ചിരിയോടെ ശ്രീരാമൻ സീതാദേവിയോട് അരുളി ചെയ്തു: സീതേ, നമ്മുടെ പരമാർത്ഥ തത്വം ഈ മാരുതിക്ക് ഉപദേശിച്ചു കൊടുക്കൂ. പാപത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവനും നമ്മൾ രണ്ടുപേരിലും ശാശ്വത ഭക്തിയോടുകൂടിയവനുമായ ഈ ഹനുമാൻ ജ്ഞാനോപദേശം സ്വീകരിക്കാൻ എല്ലാവിധത്തിലും അർഹനാണ്. ലോകത്തെ മുഴുവൻ മയക്കുന്ന മായാദേവിയായ സീത അങ്ങനെയാവാമെന്ന് മറുപടി പറഞ്ഞ് ശരണാഗതനായ ഹനുമാന് രാമൻ്റെ വാസ്തവതത്വം ഉപദേശിക്കാൻ ആരംഭിച്ചു. ഹനുമാനെ, കേൾക്കൂ. രാമൻ പരബ്രഹ്മമാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്, അദ്വിതീയനാണ്. ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികൾക്കതീതനാണ്. ആഭരണങ്ങളിൽ സ്വർണമെന്ന പോലെ സകല വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനാണ്. യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ്. ശാന്തനാണ്. വികാരങ്ങളൊന്നുമില്ലാത്തവനാണ്. അവിദ്യാസ്വരൂപമായ തമസ്സില്ലാത്തവനാണ്. എങ്ങും വ്യാപിച്ച ആത്മാവാണ്. സ്വയം പ്രകാശസ്വരൂപിയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ പ്രകൃതിയാണ് സീതയായ ഞാനെന്ന് മനസ്സിലാക്കൂ. പരമാത്മാവായ രാമൻ്റെ സാന്നിധ്യത്തിൽ മൂലപ്രകൃതിയായ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിവരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ വ്യവഹാരങ്ങളെയും അജ്ഞന്മാർ പരമാത്മാവായ രാമനിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. മനോഹരമായ അയോധ്യ നഗരത്തിൽ നിർമ്മലമായ രഘുവംശത്തിലെ അവതാരം, വിശ്വാമിത്ര മഹർഷിമാരോടൊന്നിച്ചുള്ള വനയാത്ര, അദ്ദേഹത്തിൻ്റെ യാഗരക്ഷ, അഹല്യ ശാപമോക്ഷം, ത്രയംബക ചാപഭഞ്ജനം, സീതാപരിണയം, പരശുരാമ ഗർഭശമനം, 12 കൊല്ലം ഞാനൊന്നിച്ചുള്ള അയോധ്യാവാസം, ദണ്ഡകാരണ്യഗമനം, വിരാധവധം, മായാമാരീച നിധനം, സീതാഹരണം, ജടായു സൽഗതി, കബന്ധൻ്റെ ശാപമോക്ഷം, ശബരി സൽക്കാരം, സുഗ്രീവ സഖ്യം, ബാലീവധം, സീതാന്വേഷണം, സേതുബന്ധനം, വാനര സൈന്യസമേതം ലങ്കാനിരോധനം, ഇന്ദ്രജിത്തിൻ്റെയും രാവണൻ്റെയും മറ്റു രാക്ഷസന്മാരുടെയും വധം, വിഭീഷണന് ലങ്കാരാജ്യദാനം, പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള പ്രത്യാഗമനം, ഇപ്പോൾ നടന്ന പട്ടാഭിഷേകം, ഇവയെല്ലാം മൂലപ്രകൃതിയായ എൻ്റെ പ്രവർത്തനങ്ങളാണ്. അവയെ നിർവികാര സ്വരൂപിയും സർവാത്മാവുമായ രാമൻ്റെ കർമ്മങ്ങളായി അജ്ഞന്മാർ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. രാമൻ നടക്കുന്നില്ല, നിൽക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നും ഉപേക്ഷിക്കുന്നില്ല, യാതൊന്നും ചെയ്യുന്നില്ല. ആനന്ദസ്വരൂപനും നിശ്ചലനും മാറ്റങ്ങൾ ഇല്ലാത്തവനുമാണ്. മായയുടെ 3 ഗുണങ്ങളിലൂടെ ഈ വക പ്രവർത്തനങ്ങളും വികാരങ്ങളും ഉള്ളവനായി തോന്നപ്പെടുകയാണ്. പ്രകൃതിയുടെ ഗുണങ്ങളായ രജസ്, സത്വം, തമസ് ഇവയിലൂടെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ രാമൻ്റെ പ്രവർത്തനങ്ങളായി തോന്നപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെ വിചാരം ചെയ്തു ബോധിക്കൂ. ഇങ്ങനെ ഉപദേശിച്ച് സീതാദേവി നിർത്തി. അനന്തരം ശ്രീരാമൻ തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്തു. ആഞ്ജനേയ, ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ നിനക്ക് ആത്മാവ്, അനാത്മാവ്, പരമാത്മാവ് ഇവയുടെ ലക്ഷണം പറഞ്ഞു തരാം. ആകാശത്തിൻ്റെ ഉപമയിലൂടെ ആകുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമാകും. ആകാശത്തിന് 3 വിധ ഭേദങ്ങൾ തോന്നപ്പെടുന്നുണ്ട്. എങ്ങും നിറഞ്ഞ ഒഴിവാണ് മഹാകാശം. ഒരു കുളം കുഴിച്ച് അതിൽ വെള്ളം ഉണ്ടാകുന്നതിന് മുമ്പ് ആ കുളത്തിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന ആകാശത്തെ ജലാശയ ആകാശമെന്ന് പറയുന്നു. വെള്ളം നിറഞ്ഞ കുളത്തിലെ ആകാശത്തിൻ്റെ പ്രതിബിംബത്തെ പ്രതിഭാസാകാശമെന്നും പറഞ്ഞു വരുന്നു. ഒരേ ആകാശം കുളത്തിലെ ആകാശമായും
വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശമായും തോന്നപ്പെടുക മാത്രമാണ്. ഇതുപോലെ എങ്ങും നിറഞ്ഞ പരമാത്മതത്വമൊന്ന്. അതിനെ ബ്രഹ്മമെന്നും പറയുന്നു. ബ്രഹ്മത്തിൽ അവിദ്യ കൊണ്ട് ബുദ്ധി വികസിക്കുന്നു. ബുദ്ധിയുടെ ഉള്ളിൽ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന പരമാത്മതത്വത്തെ ആത്മാവെന്ന് പറയുന്നത്. ആത്മാവ് ബുദ്ധിയിലെ വൃത്തികളിൽ പ്രതിബിംബിക്കുമ്പോൾ ആ പ്രതിബിംബത്തെ ജീവനെന്നും പറയുന്നു. ജീവന്റെ സങ്കല്പങ്ങളാണ് ജഗത്തായി തോന്നപ്പെടുന്നത്. അവിദ്യ എന്നാൽ ആത്മവിസ്മൃതിയാണ്. ആത്മാവിൽ ആത്മവിസ്മൃതി നിൽക്കില്ല. അതിനാൽ അവിദ്യ സത്യമല്ല. ആ സ്ഥിതിക്ക് അവിദ്യാകൽപിതമായ ബുദ്ധിക്കും സത്യത്വമില്ല. ബുദ്ധിക്കു സാക്ഷിയായ ആത്മാവും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ഒന്നാണ് എന്ന് തത്വമസി മഹാവാക്യത്തിലൂടെ ഗുരു ഉപദേശിക്കുമ്പോൾ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയും അവിദ്യയിൽ നിന്നുണ്ടായ ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവന്റെ സങ്കല്പമായ ജഗത്തും ഇല്ലാതായി തീർത്ത് എപ്പോഴും ഉള്ളതും എങ്ങും നിറഞ്ഞതുമായ പരമാത്മതത്വം മാത്രം ശേഷിക്കുന്നു. സർവത്ര നിറഞ്ഞ പരമാത്മാവിനെ മഹാകാശത്തോടും ബുദ്ധിയിലൂടെ പരിച്ഛിന്നമായി തോന്നപ്പെടുന്ന ആത്മാവിനെ ജലാശയാകാശത്തോടും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനെ ജലത്തിൽ പ്രതിബിംബമാക്കുന്ന ആകാശത്തോടും ഉപമിക്കാം. എങ്ങും നിറഞ്ഞ ബ്രഹ്മം പരമാത്മാവ് ബുദ്ധിയാകുന്ന ഉപാധിയിൽ കൂടെ പ്രകടമായി തീർന്ന ആത്മാവ്. ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവന്റെ സങ്കല്പമായ ജഗത്തും അനാത്മാവ്. ഇങ്ങനെ പരമാത്മാവിനെയും ആത്മാവിനെയും അനാത്മാവിനെയും ഭക്തിയാൽ നിർമ്മലമായി തീർന്ന ബുദ്ധി കൊണ്ട് വിചാരം ചെയ്തറിയുന്നവൻ പരമാത്മാവായ എന്നോട് ഏകീഭവിച്ച് മുക്തനായിത്തീരുന്നു. എന്നാൽ ഭക്തിയില്ലാത്തവർ എത്രയൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചാലും നൂറുകണക്കിന് ജന്മങ്ങൾ കൊണ്ടുപോലും അവർക്ക് ജ്ഞാനമോ മോക്ഷപ്രാപ്തിയോ ഉണ്ടാവില്ല. പാപരഹിതനായ മാരുതേ, ഇപ്രകാരം അതിരഹസ്യമായ രാമഹൃദയത്തെ ഞാൻ തന്നെ നേരിട്ട് നിനക്ക് ഉപദേശിച്ചു തന്നു. ഇന്ദ്രപദവിയോ അതിനേക്കാൾ വലിയ സമ്പത്തോ തരാമെന്ന് പറഞ്ഞാൽ പോലും ഭക്തിയില്ലാത്തവരും ദുഷ്ടന്മാരുമായവർക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കരുത്. ശ്രീ പരമേശ്വരൻ അരുളി ചെയ്തു, ദേവി, ഇങ്ങനെ അതിരഹസ്യവും ഹൃദ്യവും പവിത്രവും പാവങ്ങളെ നശിപ്പിക്കുന്നതുമായ രാമഹൃദയം ഞാൻ ഭവതിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതെനിക്ക് രാമൻ നേരിട്ട് ഉപദേശിച്ചതാണ്. എല്ലാ വേദാന്തശാസ്ത്രങ്ങളുടെയും സാരസർവസ്വമാണ്. ഈ രാമഹൃദയത്തെ ദിവസേനെ ഭക്തിയോടെ പാരായണം ചെയ്യുന്നവർ മുക്തരായി തീരുമെന്നതിൽ സംശയമില്ല. അനേകം ജന്മങ്ങളിലായി സമ്പാദിച്ചു കൂട്ടിയ ബ്രഹ്മഹത്യാദി പാപങ്ങൾ പോലും നശിക്കും. ഇത് രാമൻ തന്നെ അരുളി ചെയ്തതാണ്. വർണ്ണാശ്രമധർമ്മങ്ങളിൽ നിന്നും ഭ്രഷ്ടനായവൻ പരമപാപി, അന്യരുടെ ഭാര്യ, സ്വത്ത് എന്നിവയിൽ ആസക്തൻ, ബ്രഹ്മഹത്യക്കാരൻ, അമ്മയെയും അച്ഛനെയും കൊന്നവൻ, യോഗികളെ ദ്രോഹിച്ചവൻ, ഈ പറയപ്പെടുന്ന പാപികൾക്കൊന്നും സാധാരണ നിലയിൽ പ്രായശ്ചിത്തമില്ല. എന്നാൽ അവർ പോലും ദിവസേന ഭക്തിയോടെ രാമനെ പൂജിക്കുകയും രാമഹൃദയം ശ്രദ്ധയോടെയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ ക്രമേണ പാപം നശിച്ച് ഭക്തി വളർന്ന് യോഗി ശ്രേഷ്ഠന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായതും എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്നതുമായ പരമപദത്തെ പ്രാപിച്ച് മുക്തരായിത്തീരും. ബ്രഹ്മസ്തുതി. പാർവതീദേവി പറഞ്ഞു, മഹാപ്രഭു, അവിടുത്തെ ഉപദേശം കേട്ടതോടെ ഞാൻ അനുഗ്രഹീതയും കൃതാർത്ഥയുമായി തീർന്നിരിക്കുന്നു. നിൻ തിരുവടിയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ സംശയം നിശേഷം നശിച്ചിരിക്കുന്നു. അങ്ങയുടെ മുഖത്തിലൂടെ ഒഴുകി വന്ന രാമതത്വമാകുന്ന രസായനം സംസാരവാസനകളെ നശിപ്പിക്കുന്നതാണല്ലോ. അത് പാനം ചെയ്തിട്ട് എൻ്റെ മനസ്സിന് മതി വരുന്നില്ല. അങ്ങയിൽ നിന്നും ശ്രീരാമൻ്റെ കഥ വിസ്തരിച്ചു കേൾക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ശ്രീ മഹാദേവൻ അരുളി ചെയ്തു, ദേവി, ശ്രദ്ധിച്ചു കേൾക്കൂ. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും അത്യുത്കൃഷ്ടവുമായ അധ്യാത്മരാമചരിതം പണ്ടെനിക്ക് രാമൻ ഉപദേശിച്ചു തന്നതിനെ ഞാൻ പറഞ്ഞു തരാം. അത് ആധ്യാത്മികം
ആദി ഭൗതികം, ആദി ദൈവികം എന്നീ 3 വിധ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഇത് ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ ജീവൻ അജ്ഞാനത്തിൽ നിന്നുണ്ടായ വലിയ ഭയത്തിൽ നിന്നും രക്ഷപ്പെടും. സർവൈശ്വര്യ സമൃദ്ധിയും ദീർഘായുസ്സും പുത്രസമ്പത്തും നേടുകയും ചെയ്യും. രാവണൻ മുതലായ രാക്ഷസന്മാരുടെ ഭാരം താങ്ങാൻ വയ്യാതായ ഭൂമിദേവി ഒരു പശുവിൻ്റെ സ്വരൂപം സ്വീകരിച്ച് ദേവന്മാരോടും മുനിമാരോടും കൂടി സത്യലോകത്തിൽ ചെന്നു. കരഞ്ഞുകൊണ്ട് തൻ്റെ ദുഃഖം മുഴുവൻ ബ്രഹ്മദേവനോട് പറഞ്ഞു. ബ്രഹ്മദേവൻ അല്പസമയം സമാധിയിലിരുന്നു. അതോടെ ഭൂമിദേവിയുടെ ദുഃഖത്തിനുള്ള കാരണവും അതിനുള്ള നിവാരണവും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. ബ്രഹ്മദേവൻ ഭൂമിദേവിയോടും ദേവന്മാരോടും മുനിമാരോടും കൂടി പാലാഴി തീരത്തിലേക്ക് പോയി. എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമി സ്വരൂപേണ വിളങ്ങുന്നവനും എല്ലാം അറിയുന്നവനും സർവരുടെയും നിയന്താവുമാണല്ലോ ഭഗവാൻ ശ്രീഹരി. ആ ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ടും പൗരാണിക സ്തോത്രങ്ങൾ കൊണ്ടും ഭക്തിപരവശനായി ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗദ്ഗദകണ്ഠത്തോടെ സ്തുതിച്ചു. അപ്പോൾ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നതുപോലെ തേജസ്സോടുകൂടി ഭഗവാൻ ശ്രീഹരി അന്ധകാരത്തെ അകറ്റുന്നവനായി കിഴക്കുദിക്കിൽ പ്രത്യക്ഷപ്പെട്ടു. മനഃശുദ്ധിയില്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ കഴിയില്ല. തേജസ്സുകൊണ്ട് നോക്കിക്കാണാൻ പ്രയാസമാണെങ്കിലും ബ്രഹ്മദേവൻ വളരെ പണിപ്പെട്ടു ഭഗവാനെ നോക്കി. ഇന്ദ്രനീലരത്നം പോലെ നീല നിറത്തോടും പുഞ്ചിരി തൂകിക്കൊണ്ടും ഇരിക്കുന്ന മുഖത്തോടും ചെന്താമര ഇതൾ പോലെ നീണ്ടു സുന്ദരങ്ങളായ കണ്ണുകളോടും കൂടിയവനായിരുന്നു ഭഗവാൻ. കിരീടം, മുത്തുമാലകൾ, തോൾവളകൾ, മകരകുണ്ടലങ്ങൾ, വളകൾ, കൗസ്തുഭരത്നം, ശ്രീവത്സം എന്നിവ കൊണ്ട് അവിടുന്ന് ശോഭിച്ചിരുന്നു. സനകാദി മഹർഷിമാരും വിഷ്ണുപാർഷദന്മാരും ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചിരുന്നു. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിച്ച 4 തൃക്കൈകളോടു കൂടിയവനും വനമാല അണിഞ്ഞവനുമായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പൂണൂലും മഞ്ഞപ്പട്ടും അവിടുന്ന് ധരിച്ചിരുന്നു. ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയോടും വലതുഭാഗത്ത് ഭൂമിദേവിയോടും കൂടി ഗരുഡന്റെ പുറത്ത് വിളങ്ങുന്നവനായിരുന്നു ഭഗവാൻ. ഭഗവാനെ കണ്ടതുകൊണ്ടുണ്ടായ സന്തോഷാധിക്യത്തിൽ ഇടറിയ കണ്ഠത്തോടെ ബ്രഹ്മദേവൻ സ്തുതിക്കാൻ ആരംഭിച്ചു. പ്രകാശസ്വരൂപിയായ ഭഗവാനെ, അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഞാനിതാ പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ കൊണ്ട് നമസ്കരിക്കുന്നു. കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായാൽ കൊള്ളാമെന്നാഗ്രഹിക്കുന്നവർ നിത്യവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയാണല്ലോ ആ പാദപത്മങ്ങൾ. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയ മായ കൊണ്ട് അവിടുന്ന് ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. എങ്കിലും ആനന്ദ സ്വരൂപനും അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നതിനുമായ അങ്ങയ്ക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന കർമ്മങ്ങൾ വാസനകളായി തീർന്ന് ബന്ധകാരണമായി ഭവിക്കുന്നില്ല. ഭക്തന്മാർക്ക് അങ്ങയുടെ മഹിമകളെ കേൾക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന മനഃശുദ്ധി, വേദാധ്യയനം, വൈദിക കർമ്മങ്ങൾ ഇവ കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലെ പാപവാസനകളെ നിശേഷം നശിപ്പിക്കുന്ന പാതാരവിന്ദങ്ങൾ എനിക്കിതാ പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ. മുനിമാരും ഭക്തന്മാരും എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയാണ് ഈ പാതാരവിന്ദങ്ങൾ. ബ്രഹ്മാവായ ഞാൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ സ്വന്തം അഭീഷ്ടം സാധിക്കാനായി സേവിച്ചു കൊണ്ടിരിക്കുന്നവയും ആത്മാനുഭൂതിക്കായി ജ്ഞാനികൾ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവയുമാണ് അവിടുത്തെ പാതാരുരൂഹങ്ങൾ. ലക്ഷ്മി ഭവതിക്ക് നിന്തിരുവടി സ്വന്തം മാറിടത്തിൽ തന്നെ സ്ഥാനം നൽകിയിട്ടുണ്ട്. എങ്കിലും ഭക്തന്മാർ സമർപ്പിച്ച തുളസിപ്പുമാല, വനമാല എന്നിവയോടെയാണ് അങ്ങേക്ക് കൂടുതൽ പ്രീതി എന്ന് മനസ്സിലാക്കി ലക്ഷ്മി ദേവി അവയോട് മത്സരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. നിന്തിരുവടിക്ക് ഭക്തന്മാരോട് ലക്ഷ്മി ഭഗവതിയോടുള്ളതിനേക്കാൾ പ്രീതിയുണ്ട്. ആ കാരണത്താൽ വിവേകികൾ നിന്തിരുവടിയിൽ ഉറച്ച ഭക്തിയെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ പാദകമലങ്ങളിൽ എനിക്കെപ്പോഴും അചഞ്ചലമായ ഭക്തി ഉണ്ടായിത്തീരണേ. സംസാര രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കുള്ള സിദ്ധൌഷധമാണ് അങ്ങയിലുള്ള ഭക്തി. ഇങ്ങനെ സ്തുതിച്ച ബ്രഹ്മാവിനോട് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ചോദിച്ചു. ബ്രഹ്മദേവൻ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. പൗലസ്ത്യനായ രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്.
മനുഷ്യർക്കൊഴികെ മറ്റാർക്കും കൊല്ലാൻ കഴിയില്ല എന്നൊരു വരം ഞാൻ അവന് കൊടുത്തുപോയി. വരം ലഭിച്ച് ഗർഭിതനായ അവൻ 3 ലോകങ്ങളെയും ലോകപാലകന്മാരെയും വല്ലാതെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. മഹാപ്രഭു, അവിടുന്ന് മനുഷ്യനായി അവതരിച്ച് ദേവന്മാരുടെ ശത്രുവായ രാവണനെ സംഹരിക്കുവാൻ ദയ ചെയ്യണം. ഭഗവാൻ അരുളി ചെയ്തു. കശ്യപ മഹർഷി വളരെ കാലം തപസ്സു ചെയ്ത് എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ പുത്രനായി ജനിക്കണമെന്ന വരം വാങ്ങി. അങ്ങനെ ആവാമെന്ന് ഞാൻ അനുഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ദശരഥ രാജാവായി ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ 3 പത്നിമാരിൽ അംശസ്വരൂപേണെ 4 പുത്രന്മാരായി ജനിക്കാം. യോഗമായാദേവി സീത എന്ന പേരിൽ വിദേഹ രാജകുമാരിയായി ജനിക്കും. സീതയോടൊന്നിച്ച് ഞാൻ നിങ്ങളുടെ കാര്യമെല്ലാം സാധിപ്പിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, വിഷ്ണു ഭഗവാൻ രഘുവംശത്തിൽ മനുഷ്യനായി അവതരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവതാര ലീലകളിൽ സഹായിക്കാനായി നിങ്ങൾ വാനരന്മാരായി അംശസ്വരൂപേണെ ഭൂമിയിൽ പോയി ജനിക്കുവിൻ. ഭഗവാൻ മനുഷ്യനായി ഭൂമിയിൽ താമസിക്കുന്ന കാലം മുഴുവൻ നിങ്ങൾ അദ്ദേഹത്തിന് സഹായികളായി ഭൂമിയിൽ ജീവിക്കുകയും വേണം. ഇങ്ങനെ ദേവന്മാരോട് നിർദ്ദേശിക്കുകയും ഭൂമിദേവിയെ സമാധാനിപ്പിക്കുകയും ചെയ്ത് ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ദേവന്മാർ വാനരന്മാരായി അംശസ്വരൂപേണെ ജനിച്ചു. വാനരന്മാർ മഹാശക്തന്മാരും പർവ്വതങ്ങളെ കൊണ്ടും വൃക്ഷങ്ങളെയും കൊണ്ടും യുദ്ധം ചെയ്യുന്നവരുമായിരുന്നു. അവർ വിഷ്ണു ഭഗവാന്റെ അവതാരത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ അവിടെ എവിടെ താമസിച്ചു വന്നു. ശ്രീരാമാവതാരം. അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. സത്യം മാത്രം പറയുന്നവനും പരാക്രമശാലിയും 3 ലോകങ്ങളിലും പ്രസിദ്ധനുമായിരുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പുത്രനുണ്ടായില്ല. സൂര്യവംശ രാജാക്കന്മാരുടെ ഗുരുവാണ് വസിഷ്ഠ മഹർഷി. അദ്ദേഹത്തെ അഭിവാദനം ചെയ്ത് ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഗുരുദേവ, പുത്രനുണ്ടാവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പുത്രനില്ലാത്ത എനിക്ക് രാജ്യവും സമ്പത്തും ദുഃഖകരമായിട്ടാണ് തോന്നുന്നത്. വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു, ലോകപാലന്മാരെ പോലെ സമർത്ഥന്മാരായ 4 പുത്രന്മാർ അങ്ങേക്കുണ്ടാവും. അങ്ങ് സ്വന്തം പുത്രിയായ ശാന്തയെ അംഗരാജാവായ രോമപാതന് കൊടുത്തിരുന്നുവല്ലോ. ശാന്തയെ വിവാഹം കഴിച്ചിരുന്നത് ഋഷിശൃംഗ മഹർഷിയാണ്. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളോടൊന്നിച്ച് പുത്രകാമേഷ്ടി യാഗം ചെയ്യൂ. അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് ദശരഥൻ അംഗരാജ്യത്തിൽ നിന്നും ഋഷ്യശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്നു. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി യാഗം ആരംഭിച്ചു. ഋദ്ദിക്കുകൾ ശ്രദ്ധയോടെ ഹവിസ് അഗ്നിയിൽ ഹോമിച്ചു. ആ ഹോമാഗ്നിയിൽ നിന്നും സ്വർണവർണ്ണത്തോടുകൂടിയ അഗ്നിദേവൻ സ്വർണപാത്രത്തിൽ ദിവ്യമായ പായസവുമായി ഉയർന്നു വന്നു. ഈ പായസം സ്വീകരിക്കൂ. അങ്ങയ്ക്ക് പുത്രനുണ്ടാവാനായി ദേവന്മാർ നിർമ്മിച്ചതാണിത്. പരമാത്മാവായ ഭഗവാനെ തന്നെ അങ്ങയ്ക്ക് പുത്രനായി ലഭിക്കും. ഇത്രയും പറഞ്ഞ് രാജാവിന് പായസം നൽകി അഗ്നിദേവൻ അന്തർധാനം ചെയ്തു. അഭീഷ്ടം സാധിച്ച ദശരഥൻ വസിഷ്ഠ മഹർഷിയെയും ഋഷ്യശൃംഗനെയും നമസ്കരിച്ചു. അവരുടെ അനുവാദത്തോടെ പായസം 2 ഭാഗമാക്കി വിഭജിച്ച് ഓരോ പകുതി കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു. പായസം തനിക്കും കഴിച്ചാൽ കൊള്ളാമെന്നാഗ്രഹിച്ച് ആ സമയത്ത് സുമിത്ര യാഗശാലയിലേക്ക് വന്നു. കൗസല്യയും കൈകേയിയും തങ്ങൾക്ക് കിട്ടിയതിൽ പകുതി വീതം സുമിത്രയ്ക്ക് കൊടുത്തു. പായസം കഴിച്ചതിനാൽ 3 രാജ്ഞിമാരും ഗർഭിണികളായി തീർന്നു. രാജമന്ദിരത്തിൽ അവർ 3 പേരും ദേവസ്ത്രീകളെപ്പോലെ തേജസ്വിനികളായി പ്രകാശിച്ചു. 10 മാസം കഴിഞ്ഞപ്പോൾ മേടമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ നവമി ദിവസം പുണർദം നക്ഷത്രത്തിൽ കൗസല്യ അത്ഭുത സ്വരൂപിയായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ലഗ്നം കർക്കിടകമായിരുന്നു. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നിരുന്നു. മധ്യാഹ്ന സമയമായിരുന്നു. ആകാശത്തു നിന്നും ദേവന്മാരുടെ പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവവാദ്യങ്ങൾ മുഴങ്ങി. ജഗത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും ഒരിക്കലും മാറ്റമില്ലാത്തവനും പരമാത്മാവുമായ ഭഗവാൻ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. സാക്ഷാൽ വിഷ്ണു സ്വരൂപിയായിട്ടാണ് ഭഗവാൻ പ്രകാശിച്ചത്.
നീല താമരപ്പൂവിൻ്റെ നിറം. മഞ്ഞപ്പട്ട് ധരിച്ചിരുന്നു. ചെന്താമരപ്പൂവിതൾ പോലെ നീണ്ടു ചുവന്ന സുന്ദരങ്ങളായ കണ്ണുകൾ. കാതിൽ മകരകുണ്ടലങ്ങൾ. 1000 സൂര്യന്മാർ ഒന്നിച്ചുയർന്നതുപോലെയുള്ള ശോഭ. കിരീടമണിഞ്ഞ ശിരസ്, ചുരുണ്ടു നീണ്ട തലമുടി, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ, അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന പുഞ്ചിരിപ്പൂ നിലാവോടുകൂടിയ മുഖം, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കടാക്ഷം, ശ്രീവത്സമെന്ന മറുക്, മുത്തുമാലകൾ, തോൾവളകൾ, കാൽത്തളകൾ എന്നീ ആഭരണങ്ങൾ. ഇങ്ങനെയുള്ള സ്വരൂപത്തിൽ പരമാത്മാവായ ഭഗവാൻ തൻ്റെ പുത്രനായി ജനിച്ചത് കണ്ട് ആശ്ചര്യപരവശനായ ആനന്ദ കണ്ണീരൊഴുക്കിക്കൊണ്ടും തൊഴുതുകൊണ്ടും കൗസല്യ സ്തുതിക്കാൻ ആരംഭിച്ചു. ദേവന്മാരുടെ നിയന്താവായ ഭഗവാനെ, ശംഖുചക്ര ഗദാ പത്മധാരിയായ അങ്ങേക്ക് നമസ്കാരം. പരമാത്മാവും നാശരഹിതനും അവസാനമില്ലാത്തവനും പൂർണ്ണനും പുരുഷോത്തമനുമാണ് അവിടുന്ന്. വാക്ക്, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ടറിയാൻ കഴിയാത്തവനും എല്ലാ വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനും ജ്ഞാനമാത്ര സ്വരൂപനുമാണ് അവിടുന്ന് വേദജ്ഞരായ ഋഷികൾ പറയുന്നു. രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവനാണ് അങ്ങ്. എന്നാൽ 3 ഗുണങ്ങൾക്കും അതീതനും പരമനിർമ്മലനുമാണ്. പ്രവർത്തിക്കുന്നവനെ പോലെ തോന്നപ്പെട്ടാലും അങ്ങ് യാതൊന്നും പ്രവർത്തിക്കുന്നില്ല. സഞ്ചരിക്കുന്നവനെപ്പോലെ കാണപ്പെട്ടാലും സഞ്ചരിക്കുന്നില്ല. കേൾക്കുന്നവനെപ്പോലെ തോന്നപ്പെട്ടാലും ഒന്നും കേൾക്കുന്നില്ല. കാണുന്നവനെപ്പോലെ തോന്നപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല. കൈ, കാല് മുതലായ കർമ്മേന്ദ്രിയങ്ങൾക്കും കാത്, കണ്ണ് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും അതീതനാണ് അവിടുന്ന്. പ്രാണനും മനസ്സും ഇല്ലാത്തവനും ശുദ്ധനുമാണ് പരമാത്മാവായ അവിടുന്ന് എന്ന് വേദങ്ങൾ പറയുന്നു. എല്ലാവരിലും സമനായി സ്ഥിതി ചെയ്യുന്നു. എങ്കിലും അജ്ഞന്മാർക്ക് അങ്ങയെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ മനഃശുദ്ധി വന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ അനുഭവസ്വരൂപേണ അറിയാനും കഴിയുന്നു. നിന്തിരുവടിയുടെ ഉള്ളിൽ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങൾ പരമാണുക്കളെ പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്നു. അപ്രകാരമുള്ള അവിടുന്ന് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചവനെ പോലെ കാണപ്പെടുന്നു. ആശ്ചര്യം തന്നെ. രഘുവംശത്തിൽ സർവശ്രേഷ്ഠനായി അവതരിച്ച ഭഗവാനെ, ഭക്തന്മാരോടുള്ള അവിടുത്തെ വാത്സല്യ പാരവശ്യം എനിക്കിന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ എൻ്റെ മകനായി അവിടുന്ന് ജനിച്ചത്. ഭർത്താവ്, പുത്രൻ, ധനം മുതലായവയിൽ ആസക്തിയായി ഞാൻ സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്നവളാണ്. ഇന്ന് അവിടുത്തെ ആശ്രയിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭഗവാനെ, അവിടുത്തെ ഈ വിഷ്ണു സ്വരൂപം എന്നെന്നും എൻ്റെ മനസ്സിൽ വിളങ്ങുമാറായി തീരണേ. ലോകത്തെ മുഴുവൻ മയക്കുന്ന നിന്തിരുവടിയുടെ മായ എന്നെ ബാധിക്കാതിരിക്കാൻ അനുഗ്രഹിക്കണേ. വിശ്വാത്മാവായ ഭഗവാനെ, അലൗകികമായ ഈ സ്വരൂപത്തെ മറയ്ക്കണേ. ആനന്ദമാത്രവും ആകർഷവുമായ ബാലസ്വരൂപം സ്വീകരിക്കണേ. അങ്ങനെ ചെയ്താൽ കോമളബാലനായ അങ്ങയെ ആലിംഗനം ചെയ്തും അങ്ങയോട് സംസാരിച്ചും എനിക്ക് ഭക്തി വളർത്താനും അജ്ഞാനത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനും കഴിയും. ഭഗവാൻ മറുപടി അരുളി ചെയ്തു. അമ്മേ, അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്യാം. രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ ബ്രഹ്മദേവൻ അപേക്ഷിച്ചതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ അമ്മയും ദശരഥ രാജാവും ഞാൻ മകനായി ജനിക്കണമെന്നാഗ്രഹിച്ച് വളരെ കാലം തപസ്സുകൊണ്ടെന്നെ ആരാധിച്ചിരുന്നു. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ പുത്രനായി പിറക്കാൻ കാരണം. പൂർവജന്മ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അമ്മയ്ക്ക് എന്നെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞത്. എൻ്റെ ദർശനം മോക്ഷാനുഭൂതിയിലേക്ക് നയിക്കുന്നതാണ്. വേണ്ടത്ര സുഹൃതമില്ലാത്തവർക്കെന്നെ കാണാൻ കിട്ടില്ല. നമ്മുടെ ഈ സംവാദത്തെ ശ്രദ്ധയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ പോലും മരണസമയത്ത് എന്നെ സ്മരിക്കാനും സാരൂപ്യമുക്തിയെ പ്രാപിക്കാനും ഇടയായിത്തീരും. ഇങ്ങനെ അമ്മയോട് പറഞ്ഞ് ഭഗവാൻ ഒരു സാധാരണ ശിശുവായി കരയാൻ തുടങ്ങി. 2-ാം ദിവസം പാരായണം ചെയ്യേണ്ട ഭാഗം ശിവൻ കഥ പറയുന്നത് മുതൽ കൗസല്യാസ്തുതി വരെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ.